നാളെയാണ് നാളത്തെ സുപ്രഭാതത്തിൽ നടക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി. നിങ്ങൾ 40 രൂപ എടുക്കുമ്പോൾ 1 കോടി രൂപ ഒന്നാം സമ്മാനം. തൊണ്ടവിട്ട് ചാകി ബോക്സ് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണമല്ലോ ദൈവമേ. ഭാഗ്യദേവത നിങ്ങളെ മാടി വിളിക്കുന്നു. ഒന്നുമില്ലടോ മക്കളെ, ഒന്നുമില്ലേ? ഉണ്ടാവില്ല. ലഡു എടുക്കുന്ന ലഡു എടുത്തു തനിയാ. ലഡു ലഡു എടുത്തു ചേട്ടാ. എന്നാ വിശേഷം? എന്താ ചെറിയൊരു വിശേഷം ഉണ്ടെന്ന് കൂട്ടിക്കോ. വീണ്ടും അതൊന്നും അല്ലെന്ന്. അല്ല ഞാൻ എന്റെ അയലോക്കത്തെ മറ്റേ സുഷമ്മയില്ലേ, നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അവക്കടെ ഭർത്താവിന് ലോട്ടറി അടിച്ച് 1 കോടി രൂപ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സുഷമയുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചാ? അതിന്റെ ലഡുവാണത്. അപ്പൊ ശരി. എന്തേ നിന്നെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇപ്പൊ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം നിനക്കല്ല, നിന്റെ ഭർത്താവിനല്ല, നിന്റെ വീട്ടുകാർക്കല്ല, അയൽവക്കത്തെ കൂട്ടുകാരിയുടെ ഭർത്താവിന് 1 കോടി രൂപ ലോട്ടറി അടിച്ചപ്പോ നീ ലഡു വിതരണം ചെയ്തു. അതാണ് സ്നേഹമുള്ളവർ. ഇതുവരെ അവരൊരു ലഡു ഒരു മിഠായി എനിക്ക് മേടിച്ചു തന്നില്ല. ചേട്ടാ സ്നേഹം കൊണ്ടൊന്നല്ല, അവള് അടിച്ചെന്ന് പറഞ്ഞ ലോട്ടറിയില്ലേ അതിപ്പോ കാണാനില്ലെന്നാ. അവള് ഷർട്ട് നനക്കാനെടുത്തപ്പോ പോക്കറ്റ് ഇരുന്ന് നനഞ്ഞ് കീറിപ്പോയെന്ന് അങ്ങനെ എന്തൊക്കെ പറയണ കേട്ട്. ഇതങ്ങോട്ട് കേട്ടിട്ടില്ലേ? എനിക്കാണെങ്കിൽ കുടുംബത്തിൽ ഇരിക്കാനും നിക്കാനും കിടക്കാനും വയ്യാത്തൊരവസ്ഥ. ഇതിപ്പോ ലഡുവാണ്. വൈകുന്നേരം ഞാൻ പായസം കൊടുക്കുന്നുണ്ട് ഇവിടെ. പോട്ടെ വല്യമ്മ. ഇങ്ങനെയൊന്നും ഇവിടെ നാട്ടിൽ സ്ത്രീകൾ വരാൻ കാര്യമില്ലല്ലോ.